സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിനെയും ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയെയും ബന്ധിപ്പിച്ചുകൊണ്ട് 785 കിലോമീറ്റർ ദൂരമുള്ള അതിവേഗ ഇലക്ട്രിക് റെയിൽ പാത നിർമ്മിക്കാൻ ഇരു രാജ്യങ്ങളും കരാർ ഒപ്പുവച്ചു. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാസമയം വെറും 2 മണിക്കൂറായി കുറയും. ഇത് 30,000-ത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇരു രാജ്യങ്ങളുടെയും മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വലിയ വളർച്ചയുണ്ടാക്കുകയും ചെയ്യും. 2017-ലെ നയതന്ത്ര പ്രതിസന്ധിക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ആർട്ട് ആൻഡ് ക്യാപിറ്റൽ പുറത്തിറക്കിയ പാസ്പോർട്ട് ഇൻഡെക്സ് 2025 പ്രകാരം UAE പാസ്പോർട്ട് തുടർച്ചയായ 7ാം വർഷവും ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടു. UAE പാസ്പോർട്ട് കൈവശമുള്ളവർക്ക് വീസ ഇല്ലാതെ അല്ലെങ്കിൽ വീസ ഓൺ അറൈവൽ സൗകര്യത്തോടെ ലോകമെമ്പാടുമുള്ള 184 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാനാകും. UAEയുടെ ശക്തമായ നയതന്ത്ര ബന്ധങ്ങളുടെയും ആഗോള സ്വാധീനത്തിന്റെയും പ്രതിഫലനമാണിത്. വേൾഡ് ബാങ്കിന്റെയും IMFന്റെയും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2025-ൽ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ സാമ്പത്തിക വളർച്ച നേടുന്നത് UAE ആയിരിക്കും. 4.8% പ്രവചനം. നോൺ ഓയിൽ സെക്ടർ വൻ വളർച്ച, പ്രത്യേകിച്ച് നിർമ്മാണം, ധനകാര്യം, റിയൽ എസ്റ്റേറ്റ്, വിനോദസഞ്ചാരം മേഖലകളിൽ. ഒപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകളിലെ വൻ നിക്ഷേപങ്ങളാണ് ഈ മുന്നേറ്റത്തിന് കാരണം. മസ്കറ്റിൽ നടന്ന ഗ്രീൻ ഹൈഡ്രജൻ സമ്മിറ്റ് GHSO 2025 ഒമാൻ പുരോഗതി വ്യക്തമാക്കി. 2030ഓടെ പ്രതിവർഷം 10 ലക്ഷം ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ലക്ഷ്യത്തിൽ 7 പദ്ധതികൾ മുന്നോട്ടു പോകുന്നു. ദുഖം സ്പെഷ്യൽ എക്കണോമിക് സോൺ ACME ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതിയുടെ 1ാം ഘട്ട നിർമ്മാണം ആരംഭിച്ചു. ആഗോള വിപണി സാഹചര്യങ്ങൾ കാരണം 2 ഡെവലപ്പർമാരുമായി ഉണ്ടാക്കിയ കരാറുകൾ പരസ്പര ധാരണയോടെ അവസാനിപ്പിച്ചുവെങ്കിലും പുതിയ പദ്ധതികൾക്കായി $3.6 ബില്യൺ സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ഒമാൻ പ്രഖ്യാപിച്ചു. വിദേശ രാജ്യങ്ങളിലെ മലയാളികളെ ആദരിക്കുന്ന ഗർഷോം ഇന്റർനാഷണൽ അവാർഡ് മലയാളി വിദ്യാർത്ഥിനി സുജേത സതീഷിന് ലഭിച്ചു. 20 വർഷത്തെ ഗർഷോം അവാർഡ് ചരിത്രത്തിൽ ഈ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഗായികയാണ് സുജേത. മലയാളം ഉൾപ്പെടെ 155 ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ പ്രതിഭയാണ് സുജേത. കുവൈറ്റിന്റെ വിഷൻ 2035 ന്യൂ കുവൈറ്റ് പദ്ധതിയുടെ ഭാഗമായി ഗതാഗത മേഖലയിൽ വൻ നിക്ഷേപം നടത്താൻ ഒരുങ്ങുകയാണ്. എണ്ണയെ മാത്രം ആശ്രയിക്കാതെ രാജ്യത്തെ ഒരു പ്രധാന വാണിജ്യ ലോജിസ്റ്റിക്സ് കേന്ദ്രമാക്കി മാറ്റാനാണ് കുവൈറ്റ് ലക്ഷ്യമിടുന്നത്. നിലവിലെ നിർമ്മാണ പദ്ധതികളുടെ മൊത്തം മൂല്യത്തിന്റെ 36% ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. വിദേശ കമ്പനികൾക്ക് പ്രാദേശിക ഏജന്റ് ഇല്ലാതെ ബ്രാഞ്ച് ഓഫീസുകൾ തുറക്കാൻ അനുവദിച്ചുകൊണ്ട് നിക്ഷേപ നിയമങ്ങൾ കുവൈറ്റ് പരിഷ്കരിച്ചു. ഗൾഫ് മേഖല പുതിയ കാലത്തെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റിക്കൊണ്ട് ശക്തമായി മുന്നോട്ടു പോകുന്നുവെന്നാണ് ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സൗദി ഖത്തർ റെയിൽ ബന്ധം പ്രാദേശിക ഐക്യത്തിന്റെയും മെച്ചപ്പെട്ട ഭാവിയുടെയും പ്രതീകമാണ്. UAEയുടെ സാമ്പത്തിക മേധാവിത്വം, പാസ്പോർട്ടിന്റെ ശക്തിയും രാജ്യത്തിന്റെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ഒമാന്റെ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾ, കുവൈറ്റിന്റെ ഗതാഗത വികസനം, ഖത്തറിന്റെ ടൂറിസം മുന്നേറ്റം എന്നിവയെല്ലാം എണ്ണ ഇതര മേഖലകളിലെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് ഈ രാജ്യങ്ങൾ നൽകുന്ന മുൻഗണനയുടെ തെളിവാണ്. മലയാളി വിദ്യാർത്ഥിനിക്ക് ലഭിച്ച അന്താരാഷ്ട്ര പുരസ്കാരം പോലെ പ്രവാസികൾക്ക് തൊഴിലിനും ജീവിതത്തിനും പുതിയ അവസരങ്ങൾ നൽകുന്ന പ്രത്യാശയും പുരോഗതിയും നിറഞ്ഞ ഒരു ഭാവിയാണ് ഗൾഫ് മേഖല വാഗ്ദാനം ചെയ്യുന്നത്.